നമസ്കാരം. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കണക്കുകൾ പുറത്തുവിടാൻ സർക്കാർ ഒരു ദിവസത്തോളം എടുത്തു. 30 പേർ മരിച്ചു എന്ന് പറയാൻ നിർബന്ധിതമാകുന്നതുവരെ വിശദാംശങ്ങൾ നൽകാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചു. തുടർന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് 79 ആയി എന്നാണ് വിവരം. എന്നാൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഔദ്യോഗിക കണക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവ കോടിക്കണക്കിന് വരുമെന്നും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും വിജയത്തിന്റെ അടയാളങ്ങളാണെന്നും ദിവസേന പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നാൽ എല്ലാം തകർന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നുമില്ല. അതേസമയം മരിച്ചവരുടെ എണ്ണം പങ്കുവയ്ക്കാൻ സർക്കാർ മടി കാണിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. സത്യാനന്തര ലോകത്ത് വസ്തുതകൾക്ക് വിരുദ്ധമായി നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഫലപ്രാപ്തി വൈബ്സ് കൊണ്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വസ്തുതകൾക്ക് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് രാഷ്ട്രീയത്തിന്റെയും അവകാശവാദങ്ങളുടെയും രൂപത്തെ സ്വാധീനിക്കാൻ അവയ്ക്ക് വലിയ ശക്തിയുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഡാറ്റ അടിച്ചമർത്തുകയും അവ പുറത്തു വരുമ്പോൾ അവ പരസ്യമാകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തെ മൂടിക്കളയുന്നതിന് തുല്യമാണ്. കുറഞ്ഞത് 4 മേഖലകളിലെങ്കിലും ഡാറ്റയുടെ അഭാവം ഒരു പ്രത്യേകതരം രാഷ്ട്രീയം നടത്തുന്നതിന് BJPയെ സഹായിക്കുന്നു. മാറ്റിവെച്ച 2021 സെൻസസ് ഇതുവരെ നടത്താത്തതിനാലും അത് എപ്പോൾ നടത്തും എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ലാത്തതിനാലും ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമാണെന്ന റിപ്പോർട്ടുകൾ ഒരു ഇന്ത്യൻ ഏജൻസിയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞ 140 കോടി അഥവാ 1.4 ബില്യൺ എന്നത് ഇന്ത്യ ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല. 2019 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി ജനസംഖ്യാ വിസ്ഫോടനം എന്ന ഒരു പ്രയോഗം ഉയർത്തി. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വേഗതയേറിയ ജനസംഖ്യാ വളർച്ചയും ജനസംഖ്യാപരമായ മാറ്റങ്ങളും മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് വിപുലമായ പരിഗണനയ്ക്കായി ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? നിലവിലെ ജനസംഖ്യാ നിലവാരം സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന നിരക്കായ 2.1 എന്ന TFR സംഖ്യയിൽ നിന്ന് താഴെയാണ് ഇന്ത്യ എന്ന് കഴിഞ്ഞ 2 ദേശീയ കുടുംബാരോഗ്യ സർവേകൾ കണ്ടെത്തി. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ആശങ്കാജനകമായ താഴ്ന്ന പ്രദേശത്തേക്ക് കുതിക്കുകയാണ് എന്നത് മാത്രമല്ല, ഒരു വലിയ വാർദ്ധക്യ സമൂഹത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഫോടനത്തിലാണ് നാം നിൽക്കുന്നതെന്നും ഇത് കണ്ടെത്തി. കൂടാതെ എല്ലാ സമുദായങ്ങളിലും TFRന് ഇടിവ് കുറഞ്ഞു വരികയാണ് എന്നും 2001 മുതൽ ഈ പ്രവണത നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളിലാണ് പ്രത്യുൽപാദനക്ഷമതയിൽ ഏറ്റവും വലിയ ഇടിവ് കാണപ്പെടുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രത്യുൽപാദനക്ഷമതയ്ക്ക് മതവുമായി വലിയ ബന്ധമൊന്നുമില്ല എന്നാണ്. എന്നാൽ ഇതുപോലുള്ള വസ്തുതകൾ ഒരു സെൻസസിലൂടെ പുറത്തു വരികയും ആധികാരികമായി അങ്ങനെ സംഭവിക്കുകയും ചെയ്താൽ ഹിന്ദു കുടുംബങ്ങൾക്ക് 3 കുട്ടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും മുസ്ലിം ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുന്നു എന്ന വ്യാജ പ്രചാരണങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നത് പോലുള്ള വിദ്വേഷ പ്രചാരണം എവിടെ പോകും? മുസ്ലിം ജനസംഖ്യാ ശാസ്ത്രം നിയന്ത്രണാതീതമാകുമെന്ന ഭയം വളർത്തുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അനിവാര്യ ഭാഗമാണ്. 2013 പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം നിലവിൽ വന്ന ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ ദാനമായി തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ അതുതന്നെ നൽകുന്നതിന്റെ അടിസ്ഥാനം 14 വർഷം പഴക്കമുള്ള 2011 സെൻസസ് ആണ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന് കീഴിൽ 81.35 കോടി യോഗ്യരായ ഗുണഭോക്താക്കൾ ഉണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി 2024 ഡിസംബറിൽ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ യോഗ്യരായ, അതായത് വിശക്കുന്ന 10 കോടി ഇന്ത്യക്കാർ വരെ സെൻസസ് നടക്കാത്തതിനാൽ ഈ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യൻ സ്ഥിതി മുമ്പത്തേതിനേക്കാൾ ആശങ്കാജനകവും മോശവുമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 2024 ആഗോള വിശപ്പ് സൂചികയിൽ 127 രാജ്യങ്ങളിൽ ഇന്ത്യ 105 സ്ഥാനത്താണ്. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്കോർ വെറും 27.3 ആണ്. ഇത് സർക്കാരിന് വിലയിരുത്തുന്ന കണക്കാകും എന്നതിനാൽ ആഗോള വിശപ്പ് സൂചിക ഡാറ്റയെ ഇന്ത്യ തള്ളിക്കളഞ്ഞു. അതിനെ വികസിത് ഭാരതത്തെ പാളം തെറ്റിക്കാനുള്ള ഒരു തന്ത്രം എന്ന് വിളിച്ചു പറഞ്ഞു RSS. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്?
2011-12 ശേഷമുള്ള ദാരിദ്ര്യം സംബന്ധിച്ച വിവരങ്ങൾ ഒരു നിഗൂഢതയായി തുടരുന്നു. 2024 തുടക്കത്തിൽ നീതി ആയോഗ് പ്രവചിച്ചത് 2024 ഇന്ത്യ ഒറ്റയക്ക ദാരിദ്ര്യ നിലവാരത്തിലെത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം പറഞ്ഞു, ദാരിദ്ര്യ നിലവാരം 5% അല്ലെങ്കിൽ അതിൽ താഴെയാകാം. ഉപഭോഗ ചെലവിന്റെ നിലവാരം അനുസരിച്ച് ഗ്രാമീണ ദാരിദ്ര്യം ഏതാണ്ട് അപ്രത്യക്ഷമായി എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ ശുപാർശകൾ അടിസ്ഥാനമായി എടുത്ത് രംഗരാജൻ രീതി അല്ലെങ്കിൽ അർജുൻ സെൻഗുപ്ത കമ്മിറ്റി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി ശരിയായി പരിഷ്കരിച്ച പഠനം നടത്തുന്നതിനു പകരം 5% ദരിദ്രർ എന്ന അവകാശവാദം ഉന്നയിച്ചത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ച് പണപ്പെരുപ്പത്തിനായി കഴിഞ്ഞ 2011-12 ദാരിദ്ര്യരേഖ ക്രമീകരിച്ച് 2022-23 ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ ഡാറ്റയിൽ പ്രയോഗിച്ചുകൊണ്ടാണ്. 2022-2023 ഗാർഹിക ഉപഭോഗ ഡാറ്റ ഉപയോഗിച്ച് ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തിയ പഠനത്തിൽ 26.4% ഇന്ത്യക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തി. ഇതിന് സർക്കാരിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് 21%-ലധികം പോയിന്റുകളുടെ വ്യത്യാസമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ഇന്ത്യ വീമ്പിളക്കുകയാണ്. വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും കുറഞ്ഞ ശരാശരി പ്രതിവർഷ പ്രതിശീർഷ വരുമാനം, അതായത് ഏകദേശം $2,480 മാത്രമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നതാണ് വസ്തുത. 2021 സെൻസസ് നടക്കാത്തതിന് കാരണങ്ങളിൽ ഒന്ന് കോവിഡ് ആണ് എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ കോവിഡ് മരണങ്ങളുടെ എണ്ണവും രേഖപ്പെടുത്തിയവരുടെ എണ്ണവും തമ്മിൽ 10 ഇരട്ടി വ്യത്യാസമുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 4,81,000 പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ WHO പറയുന്നത് ഇന്ത്യയിലെ മരണസംഖ്യ 4.7 ദശലക്ഷമാണെന്നാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1872 മുതൽ ഇന്ത്യ 2011 വരെ നടത്തിയ ഒരു വ്യവസ്ഥാപിതമായ സെൻസസ് യുദ്ധങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ രാജ്യവിഭജനം എന്നിവ നേരിടുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ എത്ര പേർ മരിച്ചുവെന്ന് സ്ഥാപിക്കുകയും അധിക മരണങ്ങളുടെ എണ്ണം നിശ്ചയിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. എന്നാൽ 14 വർഷമായി ദേശീയ സെൻസസ് ഇല്ലാത്തതുകൊണ്ട് 150 വർഷത്തിനിടെ സംഭവിച്ചിട്ടില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ആഗോള ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകൾ അസംബന്ധമെന്ന് പറഞ്ഞ് സർക്കാർ പൊളിച്ചെഴുതുന്നതും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭ്യമല്ലാത്തതിന് കാരണമായി. ഡാറ്റ ഇല്ല എന്നതിനർത്ഥം ബാധിതരായ ആളുകളെക്കുറിച്ചുള്ള ചിത്രത്തിന് വ്യക്തതയില്ല എന്നാണ്. ഡാറ്റയുടെ അഭാവം അക്കാദമിക് വിദഗ്ധരെയും ഗവേഷകരെയും പരാജയപ്പെടുത്തുമെങ്കിലും ഭരണകക്ഷിക്ക് അവരുടെ രാഷ്ട്രീയം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സജീവമായി സഹായിക്കുന്നു. കൂടാതെ അതിനെക്കുറിച്ച് അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇന്ത്യ കടന്നു പോകുന്ന ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം പുറത്തു കൊണ്ടുവരാൻ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് ചിന്തിപ്പിക്കുന്ന വസ്തുത.